ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വില്ലേജ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അമ്മ എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് പല അമ്മമാരും ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് അമ്മയുമായിട്ടുള്ള ഇൻ്റർവ്യൂയിലേക്ക് പോവാം. പേരെന്താണ്? ശ്യാമള. എവിടെ സ്ഥലം? ഇവിടെ പാരിപ്പള്ളി തന്നെ. ഇവിടെ അമ്പലത്തിൽ മിക്ക ദിവസം അമ്മനെ ഞാൻ കാണാറുണ്ട്. ഇതിൽ പോകുമ്പോൾ അമ്മ ഇരിക്കുന്നുണ്ട്. ആണെങ്കിൽ ഇപ്പം അമ്മയുടെ അടുത്ത് ഇങ്ങനെ വന്നത്. അപ്പം നമുക്ക് ഓണമൊക്കെ അല്ലേ അമ്മ? അപ്പം അപ്പം ഞാൻ ഇങ്ങനെ അമ്മയുടെ അടുത്തായി നമ്മൾ പഴയ കാലത്തെ ഓണമൊക്കെ ഇല്ലേ പണ്ട്, അത് ആ കാലഘട്ടത്തിലൊക്കെ ഓണം എങ്ങനായിരുന്നു? ആഘോഷമൊക്കെ എങ്ങനായിരുന്നു? രണ്ടുപേരൊക്കെയുണ്ട്. സാമ്പാർ, ഇഞ്ചി, നാരങ്ങ ഇതെല്ലാം വെച്ച് ചട്ടിയിലാക്കി വാഴയുടെ വാട്ടി കെട്ടും. അത് തിരുവനന്തപുരം അത് തുറന്ന് വിളമ്പും. നല്ലൊരു സദ്യയും ഇതൊക്കെയാണ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ആൾക്കാർ കൂടി ഒരു സദ്യ ഒരുക്കലും ഇല്ല. മക്കൾ പോലും നോക്കാതെ പലരും വിദേശത്തും അവിടെയൊക്കെയാണ് ഓണത്തിന്. പണ്ടാണെങ്കിൽ എല്ലാരും വന്ന് ഒരുമിച്ച് എല്ലാ മക്കളും വന്ന് ഒത്തുകൂടി ഇതിന് തിരുവോണം ഒരെണ്ണം ഇല്ല. പിന്നെ അമ്മ ഈ പണ്ടൊക്കെ നമ്മൾ ഈ ഓണപ്പൂക്കളൊക്കെ ഇടുവല്ലേ, ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണം, അതോ നമ്മൾ പോയി പൂവൊക്കെ പറിച്ച് കൊണ്ടുവന്നു? നമ്മളെ നാട്ടിൽ പൂവുണ്ട്, കടയിൽ നിന്ന് മേടിക്കണ്ട. എല്ലാ ജാതി പൂവും നമ്മൾ കുറച്ച് ഇടുന്നണക്ക് എല്ലാ ജാതി പൂവും ഇടും. ഇപ്പം കടയിൽ നിന്ന് മേടിക്കും. അതാണ് ഇപ്പം കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന് അവരൊരു ഇത് കണക്ക് ഇടുവാണ്. പണ്ടത്തെ കണക്കുള്ള ഒരു കളർ ഉപ്പ്, അതാണ് ഇപ്പൊ പൂക്കളം എന്ന് പറയുന്നല്ലേ. പണ്ടൊക്കെ എന്നുള്ള ആ ഒരു കാലഘട്ടമായിരുന്നു ഏറ്റവും നല്ലത്. ഒരുപാട് ഓർമ്മകളുള്ള ഒരു കാലഘട്ടം. ഓർമ്മയുണ്ട്. പണ്ട് ജീവിച്ചതങ്ങ് ഓർമ്മിച്ച ഇപ്പം സങ്കടം വരും. എന്താണ് പണ്ടത്തെ എങ്ങനെയായിരുന്നു അമ്മയുടെ ആ ഒരു കല്യാണം, ആ ടൈമൊക്കെ ഓർമ്മയുണ്ടോ അമ്മയ്ക്ക്? എങ്ങനെയായിരുന്നു ആ സമയത്തൊക്കെ ഉള്ളത്? കല്യാണം എൻ്റെ 16-ാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം. അത് ശരി. അതൊക്കെ പോയി. ഒത്തിരി വിഷമങ്ങളുണ്ട് അമ്മയ്ക്ക്? ഭയങ്കരമായ വിഷമങ്ങളുണ്ട്. കിടക്കാൻ വീടില്ല, വാടകയ്ക്കാണ് താമസിക്കുന്നത്. കിടക്കാൻ വീടില്ല, വാടകയ്ക്കാണ്. അമ്മ ഇപ്പൊ വാടകയ്ക്ക് എവിടെ താമസിക്കുന്നു? പാരിപ്പള്ളിയിലാണ്. കൂടെ ആരെങ്കിലും ഉണ്ടോ? ദൈവമുണ്ട്. ക്ഷേത്രത്തിൽ വന്നിട്ട് കൊടുമുട്ടി അമ്മയുണ്ട്. രണ്ടുപേരെ എനിക്ക് കാവല്. ദൈവം തന്നെ അമ്മ എല്ലാവർക്കും കാവല്. നമുക്ക് ഉള്ള വിഷമങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവത്തോടാണ് നമ്മൾ പറയുന്നത്. അതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പിന്നെ വരുന്നത് ഇവിടെ മാത്രമേ കഴിയുന്നിട്ടാണ് ഞാൻ വരുന്നത്. കൊടുമുട്ടി നടഹി ഉത്സവത്തിന് കുംഭമാസത്തിൽ പോയി. തിരുമേനി പൈസ ആയിരുന്നു, കമ്മിറ്റിക്കാർ പൈസ ആയിരുന്നു. അവിടെ ഇരുന്ന് അതൊന്നും കയ്യിൽ നീട്ടിയിട്ടില്ല. എൻ്റെ നാടായതുകൊണ്ട് അതൊന്നും കയ്യിൽ നീട്ടിയിട്ടില്ല. പക്ഷെ അമ്മയുടെ മുഖത്ത് എനിക്ക് കണ്ടപ്പോഴേ നല്ലൊരു ഐശ്വര്യമുള്ള ഒരു ദേവിയുടെ ഒരു ദൈവീയമായ ഒരു ഇതുണ്ട് അമ്മേനെ കണ്ട. എൻ്റെ കൂടെ ദൈവങ്ങൾ ഉണ്ട്. മുരുകനുണ്ട്, അയ്യപ്പനുണ്ട്, എല്ലാ ദൈവങ്ങളും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ആ പടം വെച്ച് ഞാൻ ഒരു തിരി കത്തിക്കുന്നുണ്ട്. അത് തന്നെ എല്ലാം. മക്കളെ വീട് എവിടെ? എൻ്റെ വീട് വർക്കല, ഇവിടെ അയിരൂരാണ് അമ്മ. ഞാനും ഇവിടെ വരുമ്പോഴത്തേക്കൊക്കെ അമ്മേനെ കാണും. അപ്പം അമ്മേനെ കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ പഴയ നമ്മളെ അമ്മമാരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഈ നമുക്കിപ്പോൾ ഈ കാലഘട്ടത്തെ പറ്റിയല്ലേ അറിയൂ. അപ്പം അമ്മയുടെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടല്ലോ. അപ്പം ആ കാലഘട്ടത്തെക്കുറിച്ച് അറിയാനുള്ള ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. ആ സമയത്ത് എങ്ങനെയാണ്? എൻ്റെ അമ്മ വീട്ടിലാണ്. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഇല്ല, അച്ഛനില്ല. അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക്. അതുകൊണ്ട് ഒരു പെങ്ങളുണ്ട്, കല്യാണം കഴിച്ച് വേറെയാണ്.
ചേട്ടനുണ്ട്, ചേട്ടന് കല്യാണം കഴിച്ചു. ഞാനിങ്ങനെ അമ്പലങ്ങളായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നോക്കണം അമ്മമാരെ നോക്കണം. ഇപ്പോഴത്തെ ഞാനിവിടെ ഒരു വാത്സല്യം എന്ന് പറയുന്നത് വൃദ്ധസാധനമുണ്ട് കീഴ്ത്തട്ട് മുക്കിൽ. ഞാൻ അവിടെ പോയി അവിടുത്തെ അമ്മമാർ ഒക്കെ ആയിട്ട് സംസാരിക്കുകയും ഇടയ്ക്കിടയ്ക്കൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം ഓരോ അമ്മമാർ മക്കളൊക്കെ ഉദ്ദേശിച്ചിട്ട് അവിടെ വന്ന് അവരൊക്കെ സങ്കടങ്ങൾ പറയുന്നത് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ അവരെ മക്കളെ കാണാനായിട്ട് ഒത്തിരി അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരെ തിരിഞ്ഞു നോക്കുന്നില്ല. ചില അവരൊക്കെ എന്തെങ്കിലും ജസ്റ്റ് അവരെ ഒന്ന് വിളിച്ചാലും മതി. അമ്മയ്ക്ക് അമ്മയുടെ പഴയ അമ്മ സ്കൂളിലൊക്കെ പോയ വല്ല ഓർമ്മയുണ്ടോ? അത് ആ കാലഘട്ടത്തിലൊക്കെ സ്കൂളിൽ പോകുന്നതൊക്കെ അമ്മയ്ക്ക് ഓർമ്മയുള്ളതൊക്കെ പറയാം. അന്ന് ഉടുവണി ഇല്ല, ഉടുവണിക്ക് മറുപണി ഇല്ല. ഒരു ഈരം തോർത്ത് അവര് കിടന്നവന് മേടിച്ചിരുന്നേ മഞ്ഞ ചോർത്ത്. അന്നത്തെ കാലം മഞ്ഞ ചോർത്ത്, ഓണക്കോടി. ഇഷ്ടം പോലെ ഉണ്ട്. ആരെങ്കിലുമൊക്കെ തന്ന് ഇഷ്ടം പോലെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ദൈവം അമ്മയുടെ കൂടെ ഉണ്ട്, ഭഗവാൻ അമ്മയുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഭഗവാൻ അറിഞ്ഞ് തന്നെ അമ്മയുടെ തരുന്നുണ്ട് ആ ഒരു അനുഗ്രഹം അമ്മയുടെ കൂടെ. അമ്മയ്ക്ക് അമ്മ കഴിച്ചായിരുന്നു രാവിലെ വല്ലതും? ഞാൻ ദോശമെല്ലാം മേടിച്ചിട്ട് വരണം. കാപ്പി കുടിച്ചാ? നമ്മള് വരും. നമ്മള് ഇടയ്ക്ക് വരും അമ്മ കേട്ടാ. അമ്മ എന്തായാലും കണ്ട് പരിചയപ്പെടാൻ പറ്റിയ നല്ല ഇതായി. ഓക്കെ, താങ്ക് യു അമ്മ. അമ്മയുടെ ഈ അമ്മ വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നൊരു സ്റ്റെപ്പ് ഉണ്ട്, അവിടെയാണ് ഈ അമ്മ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അമ്മയെ ഒന്ന് കണ്ട് സുഖാന്വേഷിക്കണം. എനിക്ക് ശരിക്കും മനസ്സിൽ തോന്നിയ ഒരു അഭിപ്രായമാണ്. ശരിക്കും നമ്മൾ അമ്പലത്തിലൊക്കെ പോയി ഭഗവാൻ ഒരുപാട് അർച്ചനയും ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. കാര്യം ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളിലൂടെ ആയിരിക്കും ചിലപ്പോൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അമ്പലങ്ങളിലൊക്കെ പോയി വലിയ വലിയ അർച്ചനകൾ ചെയ്യുന്നതിനെക്കാട്ടി വലിയൊരു പുണ്യം കിട്ടുന്നത് ഇതുപോലുള്ള ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുകൾ കാരണം അമ്പലങ്ങളുടെ നടയിൽ മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി നിൽക്കുന്ന അമ്മമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെയൊക്കെ സഹായിക്കുക എന്നുള്ളതാണ്. ഞാൻ എന്നാൽ കഴിയുന്നൊരു ഹെൽപ്പ് അമ്മയ്ക്ക് ചെയ്തു. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇനി നിങ്ങൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ ഇതുപോലുള്ള അമ്മമാരെ സഹായിക്കൂ. അമ്മയുമായിട്ടുള്ള നിങ്ങളുടെ മനോഹരമായ ഓർമ്മകൾ കമൻറ്റുകളിലൂടെ അറിയിക്കൂ. ഇതുപോലെ അമ്മമാരുടെ മനോഹരമായ കുട്ടിക്കാലത്തെ ഓർമ്മകളുമായി ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. കാര്യം അവരുടെ കുട്ടിക്കാലത്തെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അറിയാമല്ലോ.